ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദുരിതത്തിലാണെന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞത്. പിന്നാലെ ഖമേനിക്ക് കടുത്ത ഭാഷയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മറുപടിയും നൽകി. ഇറാൻ നേതാവിൻ്റെ പരാമർശം തെറ്റായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അംഗീകരിക്കാൻ സാധിക്കാത്തതുമാണെന്നും ഇന്ത്യ പറഞ്ഞു. ഖമേനി ആദ്യം സ്വന്തം രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ പരിശോധിക്കണമെന്നും ഇന്ത്യ മറുപടി നൽകി. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക കുറിപ്പിലാണ് ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള ഇറാൻ പരമോന്നത നേതാവിൻ്റെ പരാമർശത്തെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. അത് തീർത്തും തെറ്റായതും അംഗീകരിക്കാൻ സാധിക്കാത്തതുമാണ്. ന്യൂനപക്ഷങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന രാജ്യങ്ങൾ ആദ്യം അവരുടെ സ്വന്തം രാജ്യത്തെ റെക്കോർഡുകൾ പരിശോധിക്കേണ്ടതാണെന്നും വിദേശകാര്യ വക്താവ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം നബിദിനത്തോടനുബന്ധിച്ച് സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഖമേനി ഇന്ത്യയിലെയും ഗസയിലെയും മ്യാൻമറിലെയും മുസ്ലിങ്ങൾ ദുരിതത്തിലാണെന്ന് പരാമർശം പങ്കുവച്ചത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പലപ്പോഴും ഇസ്ലാമുകളെ നിസ്സംഗരാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനാൽ ഇന്ത്യ, മ്യാൻമർ, ഗസ എന്നിവിടങ്ങളിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കാണാതെ പോയാൽ നാം സ്വയം മുസ്ലിമാണെന്ന് കണക്കാക്കാനാകില്ല എന്നായിരുന്നു ഖമേനിയുടെ പരാമർശം. അതേസമയം മറ്റൊരു എക്സ്പോസ്റ്റിൽ ഗസയിലെയും പലസ്തീനിലെയും ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ അവസ്ഥയെ അപലപിച്ച ഖമേനി ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഐക്യത്തിലൂടെ മാത്രമേ ഇത്തരം അവസ്ഥകളെ അതിജീവിക്കാൻ സാധിക്കൂ എന്നും പറയുന്നുണ്ട്. ദുരിതം അനുഭവിക്കുന്നവരെ പിന്തുണയ്ക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പറഞ്ഞ ഖമേനി ഈ കടമ അവഗണിക്കുന്നവരെ തീർച്ചയായും ദൈവം ചോദ്യം ചെയ്യുമെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്ത്യയും ഇറാനും വർഷങ്ങളായി മികച്ച നയതന്ത്ര ബന്ധം സൂക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഏഷ്യൻ മേഖലയിലെ തന്ത്രപ്രധാനമായ ഇറാനിയൻ തുറമുഖം ചബൽഹാറിൻ്റെ നടത്തിപ്പിൽ ഇന്ത്യയും ഇറാനും സംയുക്ത പങ്കാളികളാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അനുശോചന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും പങ്കെടുത്തിരുന്നു. കൂടാതെ ജൂലൈയിൽ ടെഹ്റാനിൽ വെച്ച് നടന്ന ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ഇന്ത്യയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നാൽ ഇതാദ്യമായല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളെപ്പറ്റി ഖമേനി സംസാരിക്കുന്നത്. 2019 ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോഴും ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കുറിച്ച് ഖമേനി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കശ്മീരിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ഇറാന് ആശങ്കയുണ്ടെന്നും എന്നാൽ കശ്മീരിലെ സാധാരണക്കാരായ ജനങ്ങളോട് ഇന്ത്യൻ ഗവൺമെൻറ് നീതിപൂർവമായ നയം സ്വീകരിക്കണമെന്നുമാണ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത്. അതേസമയം കശ്മീരിലെ മുസ്ലിങ്ങൾക്കെതിരായ അടിച്ചമർത്തലും ഭീഷണിയും ഇന്ത്യ തടയുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഖമേനി അന്ന് പറഞ്ഞിരുന്നു.